ഹായ് മച്ചാന്മാരെ, ഞാൻ നിങ്ങളുടെ വിഷ്ണുമനക്കുട്ടൻ .ഫോണിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് MTയുടെ എയർ ഫിൽറ്റർ മാറുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. മൊത്തം അഴുക്കാറുണ്ട്, അങ്ങനെ എയർ ഫിൽറ്റർ മാറുന്നൊരു വീഡിയോ ആണ് ചെയ്യുന്നത്. അതിനുവേണ്ടി നമ്മൾ ആദ്യമേ വണ്ടിയുടെ സീറ്റ് ഓപ്പൺ ആക്കുക. സീറ്റ് നമ്മൾ അഴിച്ചു മാറ്റി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഇരിക്കുന്നതാണ് എയർ ഫിൽറ്റർ ബോക്സ്. അതഴിക്കുന്നതിന് വേണ്ടി നമ്മൾ ടാങ്കും അതിൻ്റെ കിറ്റും കാര്യങ്ങളും എല്ലാം അഴിച്ചു മാറ്റേണ്ടതായിട്ടുണ്ട്. ഈ ടാങ്കിൻ്റെ കിറ്റിനകത്ത് വരുന്നത് കൂടുതലും അലങ്കി ബോൾട്ടുകളും സ്ക്രൂകളും ആണ് വരുന്നത്. ആദ്യമേ ടാങ്ക് വെച്ചേക്കുന്നൊരു ക്ലാമ്പുണ്ട്, അത് 5-ൻ്റെ അലങ്കി ബോൾട്ടാണ് അപ്പുറം ഇപ്പുറം വരുന്നത്. നമ്മൾ 5-ൻ്റെ ഒരു അലങ്കി ഉപയോഗിച്ചാണ് അത് ഊരിയെടുക്കുക. ഇതിൻ്റെ ഒരു അലങ്കി ഉപയോഗിച്ച് നമ്മൾ 2 സൈഡിലെയും ബോൾട്ട് ഊരിയെടുക്കുക. അങ്ങനെ അലങ്കി ഉപയോഗിച്ച് 5-ൻ്റെ 2 സൈഡിലെയും അലങ്കി ബോൾട്ടുകൾ രണ്ടും ഊരിയെടുത്തു. ഇനി അടുത്തത് ചെയ്യേണ്ടത് ഒരു സ്റ്റാൻഡ് സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് സ്റ്റാൻഡ് സ്ക്രൂകളാണ് ഊരുന്നത്. കിറ്റിൻ്റെ ഭാഗത്ത് സ്ക്രൂ ആണ് വരുന്നത്. ഫ്രണ്ട് വശത്ത് 4-ൻ്റെ അലങ്കി ബോൾട്ടാണ് വരുന്നത്. അത് 4-ൻ്റെ അലങ്കി ഉപയോഗിച്ച് അത് ലൂസ് ചെയ്യുക. അതിനുശേഷം അത് ഊരിയെടുക്കുക. അങ്ങനെ 4-ൻ്റെ അലങ്കി ബോൾട്ട് നമ്മൾ ഊരിയെടുത്തു. അതുപോലെ തന്നെ പിന്നെ ഏറ്റവും ഫ്രണ്ടിൽ പ്രസ് ചെയ്യുന്നൊരു പ്ലാസ്റ്റിക് ലോക്ക് ഉണ്ട്. അതൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ഒന്ന് അകത്തോട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം എല്ലാ ലോക്കും പിടിപ്പിച്ച് പതുക്കെ കവർ ഇളക്കിയെടുക്കുക. അതുപോലെ തന്നെ ഇപ്പുറത്തെ ഒരു സ്റ്റാൻഡ് സ്ക്രൂ ഊരി 4-ൻ്റെ അലങ്കി ഉപയോഗിച്ച് ആ ഒരു ബോൾട്ട് ഊരി എന്നിട്ട് ആ ലോക്ക് കുത്തിക്കളഞ്ഞിട്ട് പതുക്കെ ആ കവർ എല്ലാ ലോക്കും പിടിപ്പിച്ച് ആ കവറും ഊരി മാറ്റി. അതിനുശേഷം ഒരു സ്റ്റാറിൻ്റെ ഒരു സ്ക്രൂ വരുന്നുണ്ട് ടാങ്കിൻ്റെ സൈഡിലായിട്ട്, അപ്പുറം ഇപ്പുറം വരുന്നുണ്ട്. ആ 2 സ്ക്രൂ അഴിക്കുക. അതിനുശേഷം ടാങ്കിൻ്റെ പുറകിലോട്ട് 10-ൻ്റെ 2 ബോൾട്ടുകൾ വരുന്നുണ്ട്. അത് നമ്മൾ 10-ൻ്റെ ടീ ഉപയോഗിച്ച് ഈ ബോൾട്ടുകൾ അഴിച്ച് മാറ്റണം. 10-ൻ്റെ ബോൾട്ടുകളാണ് വരുന്നത്. 2 സൈഡിലും വരുന്നുണ്ട്. ആ 2 ബോൾട്ടുകൾ ഊരുക. അത് ഊരിയെടുത്ത് പിന്നെ ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 2 സൈഡിൽ നിന്നും ആ സ്ക്രൂകൾ ഊരിയെടുക്കുക. രണ്ടും പുറകിലോട്ടാണ് വരുന്നത്. ഈ സൈഡിൽ നിന്ന് നമ്മൾ ആ ഒരു സ്ക്രൂ ഊരിയെടുത്തു. ഇനി അതിന് ശേഷം ടാങ്കിൻ്റെ മുകളിലോട്ട് 4-ൻ്റെ 2 അലങ്കി ബോൾട്ടുകൾ വരുന്നുണ്ട്. അതും അലങ്കി ഉപയോഗിച്ച് 2 സൈഡിൽ നിന്ന് നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡ് നമ്മൾ ഊരി അതിനുശേഷം ഇപ്പുറത്തെയും അലങ്കി ഉപയോഗിച്ച് ലൂസ് ചെയ്തു. അതിനുശേഷം ആ അലങ്കി ബോൾട്ടുകൾ രണ്ടും ഊരിയെടുക്കുക. ആ കിറ്റിൻ്റെ ഫ്രണ്ടിലായിട്ട് 2 സ്ക്രൂവും കൂടി വരുന്നുണ്ട്, സ്റ്റാൻഡ് സ്ക്രൂ കൂടി വരുന്നുണ്ട്. അതിന് മുന്നായിട്ട് കിറ്റ് ചെറുതായിട്ടൊന്ന് ക്ലിപ്പുകളെല്ലാം ഒന്ന് ഇടിയിപ്പിക്കുക. അതിനുശേഷം സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ സ്റ്റാറിൻ്റെ സ്ക്രൂ ഊരിയെടുക്കുക. ഇപ്പുറത്തെ സൈഡിൽ അതുപോലെ തന്നെ ക്ലിപ്പുകളെല്ലാം നമ്മൾ ഇടിയിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ കിറ്റും സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ലൂസ് ചെയ്തിട്ട് ആ സ്ക്രൂവും കൂടി നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ആ സ്ക്രൂ നമ്മൾ ഊരിയെടുത്തു. അതിനുശേഷം 2 കിറ്റ് ഊരി മാറ്റി. ഇനി വരുന്ന ആ ഫ്രണ്ടിലത്തെ ആ ഫ്ലാപ്പാണ്, അത് ഊരിയെടുത്ത് അതിനുശേഷം വരുന്നത് പിന്നെയും ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ 2 സൈഡിലായിട്ട് വരുന്നുണ്ട്. ആ 2 സൈഡിൽ നിന്നും ആ സ്റ്റാറിൻ്റെ സ്ക്രൂ ഊരിയെടുക്കുക. അത് 2 ഊരിയതിന് ശേഷം നമ്മൾ വണ്ടിയുടെ കീ ഊരി മാറ്റിയതിന് ശേഷം ആ കീ സെറ്റിൻ്റെ അടുത്ത് ആ ഫ്ലാപ്പ് ഊരി മാറ്റി. പിന്നെ ഫ്രണ്ടിലായിട്ട് 2 6-ൻ്റെ അലങ്കി ബോൾട്ടുകളാണ് വരുന്നത്. 6-ൻ്റെ ഒരു അലങ്കി ഉപയോഗിച്ച് 2 ബോൾട്ടുകളും ലൂസ് ചെയ്യുക. അതിനുശേഷം ആ 2 ബോൾട്ടുകൾ നമ്മൾ ഊരിയെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു സൈഡിലെ
ഊരിയെടുത്തു. അതിനുശേഷം അപ്പുറത്തെ സൈഡിലെയും ലൂസ് ചെയ്ത് അലങ്കി ബോൾട്ട് നമ്മൾ ഊരിയെടുക്കുക. രണ്ടാമത്തെ സൈഡിലെ നമ്മൾ അലങ്കി ലൂസ് ചെയ്തു. അതിനുശേഷം അലങ്കി ബോൾട്ടിൻ്റെ കൂടെ തന്നെ ഒരു ക്ലാമ്പും കൂടി വരുന്നുണ്ട്. ആ ക്ലാമ്പ് സഹിതമാണ് നമ്മൾ ഇനി ഊരിയെടുക്കേണ്ടത്. ആ ബോൾട്ടിൻ്റെ കൂടെ വരുന്ന ക്ലാമ്പും അത് ഊരിയെടുക്കുന്നത്. അതിനുശേഷം ഇനി നമ്മൾ ചെയ്യേണ്ടത് ടാങ്ക് മുകളിലോട്ട് ഉയർത്തിയതിന് ശേഷം അതിൻ്റെ ഓസുകൾ ഊരിവിടുക. ഒരെണ്ണം വാട്ടറിൻ്റെ ഓസും വരുന്നുണ്ട്, അതുപോലെ തന്നെ ടാങ്കിലേക്ക് എയർ വരുന്നതിനുള്ള ഓസും വരുന്നുണ്ട്. അത് രണ്ടും ഊരി അതിനുശേഷം ഫ്യൂൽ പമ്പിൻ്റെ ഇലക്ട്രിക്കൽ ലൈൻ ഊരി, അതുപോലെ തന്നെ ഫ്യൂൽ പമ്പിൻ്റെ ലൈനും ഊരാൻ പോവുകയാണ്. അതിനുവേണ്ടി നമ്മൾ അതിനകത്തൊരു ലോക്കുണ്ട്, അതൊരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ ലോക്കൊന്ന് തിക്കി കൊടുക്കണം. സ്ക്രൂ ഡ്രൈവർ എടുത്ത് ആ ലോക്കൊന്നും മുകളിലോട്ട് തിക്കി കൊടുത്തതിന് ശേഷം ആ പെട്രോളിൻ്റെ ലൈന് ഒന്ന് പ്രസ് ചെയ്ത് ഊരുക. അതുപോലെ തന്നെ ഒരു ലൈനും കൂടി വരുന്നുണ്ട്, ആ ലൈനും കൂടി ഊരിയിടുക. അതിനുശേഷം ടാങ്ക് ഊരിയെടുക്കുക. ഇതാണ് എയർ ഫിൽറ്റർ ബോക്സ് വരുന്നത്. ഇതാണ് അതിനകത്ത് സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ് വരുന്നത്. 4 സൈഡിലായിട്ട് 4 സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. അത് നമ്മുടെ ഒരു സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് 4 നമ്മൾ അഴിക്കുകയാണ്. ഓരോ സൈഡിലും നമ്മൾ അഴിച്ചഴിച്ച് എയർ ഫിൽറ്ററിൻ്റെ കവർ നമ്മൾ ഊരിയെടുക്കണം. ഈ MTയുടെ എയർ ഫിൽറ്റർ മാറുന്നത് അത്യാവശ്യം വർക്കുള്ള ഒരു കാര്യമാണ്. ഈ ഒരു ബോക്സ് അടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ ടാങ്കും അതിൻ്റെ കിറ്റും കാര്യങ്ങളും എല്ലാം ഊരി മാറ്റുന്നത്. ഈ ഒരു 4 സ്ക്രൂ അഴിക്കുന്നതിന് വേണ്ടിയാണ് മൊത്തത്തിൽ നമ്മൾ ഊരി മാറ്റിയത്. അങ്ങനെ നമ്മൾ 4 ബോൾട്ടും അടിച്ച് മാറ്റി. ഇതാണ് പഴയ എയർ ഫിൽറ്റർ. ഒരുപാട് പൊടിയും കാര്യങ്ങളൊക്കെ കയറിയിട്ടുണ്ട്. ഇങ്ങനെ എയർ ഫിൽറ്റർ ഫുള്ള് അഴുക്കായിട്ടുണ്ട്. ഇനി നമ്മൾ പുതിയ എയർ ഫിൽറ്ററാണ് സെറ്റ് ചെയ്യുന്നത്. ഇത് നമ്മുടെ ഒറിജിനൽ പാർട്ട് തന്നെയാണ്. ഏകദേശം ഒരു 251 രൂപ വില വരുന്നുണ്ട്. യമഹയുടെ തന്നെ ഒറിജിനൽ പാർട്ടാണ്. നമുക്കിനി വണ്ടിയിലേക്ക് സെറ്റ് ചെയ്യാം. സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ഈ ഒരു രീതിയിലാണ് എയർ ഫിൽറ്റർ കയറ്റി വെക്കേണ്ടത്. എയർ ഫിൽറ്റർ ബോക്സിലെ അകത്തെ അഴുക്ക് ഫുള്ള് തുടച്ചു കളഞ്ഞതിന് ശേഷമാണ് നമ്മൾ എയർ ഫിൽറ്റർ കയറ്റി വെച്ചത്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലത്തെ കവറാണ് സെറ്റ് ചെയ്യാനുള്ളത്. ആ കവർ നമ്മൾ കയറ്റിയിടുക. അത് കറക്റ്റായിട്ട് സീറ്റായതിനു ശേഷം 4 വശത്തെയും സ്ക്രൂ ആണ് നമ്മൾ സെറ്റ് ചെയ്യുന്നത്. 4 വശത്തെ സ്ക്രൂ കയറ്റിയിട്ടു. അതിനുശേഷം നമ്മൾ സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് ആ 4 ഒരേപോലെ തന്നെ മുറുക്കി കൊടുക്കുക. നമ്മൾ എയർ ഫിൽറ്റർ മാറുമ്പോൾ അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഏകദേശം ഒരു 12,000 അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും MTയുടെ എയർ ഫിൽറ്റർ മാറുക. അതിൽ കൂടുതൽ ഓടിക്കാതിരിക്കുക. കൂടുതൽ ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജിൻ്റെ ഷോട്ടും വരും. അതുപോലെ തന്നെ ത്രോട്ടിൽ ബോഡിക്കകത്ത് അഴുക്ക് കയറുകയും അതുപോലെ തന്നെ ഇഞ്ചക്ടർ ബ്ലോക്ക് ആവുകയും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കുക, ഒരു 12,000 അല്ലെങ്കിൽ ഒരു 15,000 കിലോമീറ്റർ ആകുമ്പോഴത്തേക്കും എയർ ഫിൽറ്റർ ഫുള്ള് റീപ്ലേസ് ചെയ്യുക. അപ്പോൾ നമ്മൾ അതിൻ്റെ മുകളിലത്തെ കവറെല്ലാം തുടച്ച് വൃത്തിയാക്കി അതിനുശേഷം ടാങ്കാണ് സെറ്റ് ചെയ്യുന്നത്. സെറ്റ് ചെയ്യുമ്പോൾ ടാങ്കിൻ്റെ പമ്പിൻ്റെ ലൈനും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്യാണ്. പമ്പിൻ്റെ ലൈൻ സെറ്റ് ചെയ്തു, അതുപോലെ തന്നെ ഇലക്ട്രിക്കൽ ലൈനും എല്ലാം സെറ്റ് ചെയ്യൂ. അതിനുശേഷം വാട്ടർ ഹോസും ഈ വാപ്പിൻ്റെ സിസ്റ്റവും ടാങ്കിലോട്ട് എയർ കിടക്കുന്ന സിസ്റ്റവും എല്ലാം കൂടി ടാങ്ക് ഒന്ന് താത്തതിന് ശേഷം സെറ്റ് ചെയ്യുക. ആദ്യം സെറ്റ് ചെയ്യുന്നത് ടാങ്കിൽ നിന്ന് വെള്ളം പോകാനുള്ള ഹോസാണ്. അതുപോലെ തന്നെ രണ്ടാമത് സെറ്റ് ചെയ്യുന്നത് ഈ വാപ്പ് സിസ്റ്റത്തിൻ്റെ ഹോസാണ് രണ്ടാമത് സെറ്റ് ചെയ്തത്. അതിനുശേഷം ഫ്രണ്ടിലെ ഒരു ക്ലാമ്പും 6ൻ്റെ 2 അലങ്കി ബോൾട്ടും കൂടിയാണ് സെറ്റ് ചെയ്യുന്നത്. 2 അലങ്കി ബോൾട്ട് ഇട്ട് ആ ക്ലാമ്പ് നന്നായിട്ട് വലിച്ചു കൊടുക്കുക. 6ൻ്റെ അലങ്കി ഉപയോഗിച്ചാണ് നമ്മൾ ടൈറ്റ് ചെയ്യുന്നത്. 6ൻ്റെ അലങ്കി ഉപയോഗിച്ചത് നന്നായിട്ട് തന്നെ വലിച്ചു കൊടുക്കുക. ടാങ്കിൻ്റെ മെയിനായിട്ടുള്ള ഫൗണ്ടേഷനാണത്. അതിനുശേഷം നമ്മൾ ഈ സെറ്റിൻ്റെ മുകളിൽ വരുന്ന പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഭാഗമുണ്ട്, അത് നമ്മൾ അതിലേക്ക് കയറ്റിയിടുക. പിന്നെ അതിൻ്റെ 2 സൈഡിലായിട്ട് സ്റ്റാറിൻ്റെ 2 സ്ക്രൂ ആണ് വരുന്നത്. അത് രണ്ടും നമ്മൾ
കൈ കൊണ്ട് പിടിപ്പിക്കുക. അതിനുശേഷം സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് അത് വലിച്ചു മുറുക്കുക. ആ സ്റ്റാറിൻ്റെ 2 സ്ക്രൂവും ഒരേപോലെ തന്നെ മുറുക്കി കൊടുത്തു. ഇരുവശങ്ങളിലെയും ഒരേപോലെ തന്നെ നമ്മൾ മുറുക്കി കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഏറ്റവും ഫ്രണ്ടിൽ വരുന്ന ഫ്ലാപ്പാണ് അത് സെറ്റ് ചെയ്യുക. അതങ്ങോട്ട് കയറ്റി വെച്ചതിന് ശേഷം അടുത്തതായിട്ട് നമ്മൾ സെറ്റ് ചെയ്യുന്നത് ടാങ്കിൻ്റെ ഇരുവശങ്ങളിൽ വരുന്ന 2 കിറ്റുകളുമാണ് കയറ്റുന്നത്. അത് കറക്റ്റായിട്ട് നമ്മൾ ആ ലോക്കിലെല്ലാം വീണ് എന്ന് ഉറപ്പാക്കിയതിന് ശേഷമേ അത് സെറ്റ് ചെയ്യാൻ പാടുള്ളൂ. അല്ലെങ്കിൽ ആ കറക്റ്റ് കിറ്റ് സീറ്റ് ആവത്തില്ല, ഗ്യാപ്പ് വരും, പൊട്ടിപ്പോകാനും ചാൻസ് കൂടുതലാണ്. അതിനുശേഷം നമ്മൾ ഏറ്റവും ബാക്കി വരുന്ന 10ൻ്റെ 2 ബോൾട്ടുകളുണ്ട്. ആ ബോൾട്ടുകൾ ഇരുവശത്തിലും വരുന്നുണ്ട്. ആ രണ്ടും കറക്റ്റായിട്ട് കയറ്റി 10ൻ്റെ ടീ ഉപയോഗിച്ച് നമ്മൾ അത് ടൈറ്റ് ചെയ്ത് കൊടുക്കുകയാണ്. 2 വശങ്ങളിലും 10ൻ്റെ ടീ ഉപയോഗിച്ച് കൃത്യമായിട്ട് തന്നെ ചെയ്ത് കൊടുക്കുക. ഒരു വശം ടൈറ്റ് ചെയ്തു, അപ്പുറത്തെ വശം നമ്മൾ ആ ടീ ഉപയോഗിച്ച് അത് കൃത്യമായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുത്തു. ഇനി ചെയ്യുന്നത് ഏറ്റവും അടി വരുന്ന കിറ്റാണ്. ഒരു സൈഡിൽ നമ്മൾ സെറ്റ് ചെയ്യുക. അത് കറക്റ്റായിട്ട് തന്നെ എല്ലാ ലോക്കിനകത്തോട്ടും കയറി വീഴുക. അതിനുശേഷം ഏറ്റവും ബാക്കിലായിട്ട് ഒരു സ്റ്റാറിൻ്റെ സ്ക്രൂ വരുന്നുണ്ട്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അത് വലിച്ചു മുറുക്കി കൊടുക്കുക. ഏറ്റവും ഫ്രണ്ടിലായിട്ട് ഒരു 4ൻ്റെ അലങ്കി ബോൾട്ടാണ് വരുന്നത്. അത് നമ്മൾ കൈ കൊണ്ടൊന്ന് പിടിപ്പിച്ചതിന് ശേഷം 4ൻ്റെ അലങ്കി ഉപയോഗിച്ച് അത് നന്നായിട്ട് വലിച്ചു മുറുക്കി കൊടുക്കുക. ഇപ്പോഴത്തെ കിറ്റ് നമ്മൾ അതുപോലെ തന്നെ എല്ലാ ലോക്കും വീണമെന്ന് ഉറപ്പാക്കിയതിന് ശേഷം കയറ്റി വെക്കുക. അത് കറക്റ്റായിട്ട് തന്നെ കയറ്റി വെച്ചു. അതിനുശേഷം നമ്മൾ ഏറ്റവും ബാക്കി വരുന്നൊരു സ്റ്റാറിൻ്റെ സ്ക്രൂ ആണ്. അത് സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് നന്നായിട്ട് അത് വലിച്ചു മുറുക്കി. പിന്നെ ഏറ്റവും ഫ്രണ്ടിലായിട്ട് 4ൻ്റെ അലങ്കി ബോൾട്ട് വരുന്നുണ്ട്. അത് 4ൻ്റെ അലങ്കി ഉപയോഗിച്ച് നമ്മൾ കൃത്യമായിട്ട് അത് മുറുക്കി കൊടുത്തു. ഇനി ഏറ്റവും ബാക്കിലായിട്ട് ഒരു ക്ലാമ്പിനകത്ത് 5ൻ്റെ അലങ്കി ബോൾട്ടാണ് വരുന്നത്. അത് നമ്മൾ കൃത്യമായിട്ട് 5ൻ്റെ അലങ്കി ഉപയോഗിച്ച് മുറുക്കി കൊടുക്കുക. 2 സൈഡിലായിട്ടും വരുന്നുണ്ട്. ആദ്യത്തെ സൈഡിൽ അത് മുറുക്കി അപ്പുറത്തെ സൈഡിൽ അത് കൃത്യമായിട്ട് പിടിപ്പിച്ചതിന് ശേഷം അലങ്കി ഉപയോഗിച്ച് ടൈറ്റ് ചെയ്തു. അങ്ങനെ നമ്മുടെ വണ്ടിയുടെ എയർ ഫിൽറ്റർ മാറിക്കഴിഞ്ഞു. ബാക്ക് സീറ്റും അടച്ചു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടെങ്കിൽ മാക്സിമം സപ്പോർട്ട് ചെയ്യുക. ഓക്കെ.